നമസ്കാരം. പനീറും പനീർ കൊണ്ടുള്ള വിഭവങ്ങളും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇനി നമുക്ക് പനീർ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. പനീർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഇടുന്ന ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി പനീർ തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ലിറ്റർ പാലാണ്. 500 ml 3 കവർ പാലാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ നമുക്ക് പനീർ കറക്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് തീ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. തിളയ്ക്കേണ്ട ആവശ്യമില്ല, പത വന്ന് തുടങ്ങിയാൽ മതി. ഇപ്പം നമ്മുടെ പാലിൽ പത വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങാനീരിൽ നിന്നും ഒരല്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരാണ് ഈ 1.5 ലിറ്റർ പാലിന് ആവശ്യം. നാരങ്ങയുടെ പുളി അനുസരിച്ചിരിക്കും, ചിലപ്പോൾ ഒരല്പം കൂടുതൽ എടുക്കേണ്ടി വരും. അതിൽ നിന്നൊരല്പം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചുവിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇതിപ്പോൾ പിരിഞ്ഞു വരും. പാലിൽ നിന്നും വെള്ളവും പനീറും വേർതിരിച്ച് കിട്ടണം, അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ കുറേശ്ശെ പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള നാരങ്ങയിൽ നിന്ന് ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, കൈവിടാതെ ഇളക്കണം. ഇപ്പോൾ പനീറും വെള്ളവും വേറെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ചൂടോടെ തന്നെ അരിക്കണം. അപ്പോൾ അതിനായിട്ടൊരു സ്റ്റെയിനർ വെച്ചിട്ട് അതിലേക്ക് വൃത്തിയുള്ളൊരു കോട്ടൺ തുണി വെച്ച് കൊടുത്ത് ഈ പനീർ അതിലേക്ക് ഒഴിക്കാം. വെള്ളം പോയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. പനീർ മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിൻ്റെ മീതെ നമുക്കൊരല്പം തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായി വെള്ളം പിഴിഞ്ഞെടുക്കാം. ചൂടുള്ളതുകൊണ്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. എന്നാലും മാക്സിമം വെള്ളം കിട്ടുന്നവരെ നമുക്കിത് പിഴിയാം. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കട്ടയൊക്കെ ഒന്ന് ഉലർത്തിയെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. തരിയില്ലാണ്ട് എല്ലാം ഒന്ന് പരത്തി പക്ഷെ ഷേപ്പിൽ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇളക്കിയെടുക്കുന്നത്. നമുക്ക് തുണി മടക്കി വെച്ചിട്ട് ഒരല്പം നേരം കൂടെ, ഒരു അരമണിക്കൂറും കൂടെ ഇത് വെക്കണം, വെള്ളം പോകാൻ വേണ്ടിയിട്ട്. തുണി 4 ഭാഗത്തു നിന്നും മടക്കിയെടുക്കാം. കോട്ടൺ തുണിയാവുമ്പോൾ വെള്ളം നന്നായി പോയി കിട്ടും. ഇതിൻ്റെ മീതെ നമുക്കൊരു കുറച്ച് വെയിറ്റ് കയറ്റി വെക്കാം. അധികം ഭാരം വെക്കരുത്, അപ്പോൾ പനീർ വളരെ ഹാർഡായി പോകും. നമുക്കിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1.5 ലിറ്റർ പാലാണ്. അപ്പോൾ ഏകദേശം 1 ലിറ്റർ വെള്ളം നമുക്ക് ഇതിൻ്റെ മീതെ കയറ്റി വെക്കാം. ഇനി ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ പനീർ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് പനീറിൻ്റെ ഷേപ്പ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ ഇതിപ്പോൾ കുറച്ച് തരി പോലെ ഉള്ളത് കൊണ്ട് കറിയിലൊക്കെ ഫ്രൈ ചെയ്തിട്ടൊക്കെ കറി വെക്കുമ്പോൾ ചിലപ്പോൾ അത് കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്നും കൂടെ കുഴച്ചെടുത്തിട്ട് വീണ്ടും ഷേപ്പാക്കി എടുക്കാം. അപ്പം അതിനായിട്ട് നമുക്കിത് ഇതിൻ്റെ എല്ലാ തരിയും ഉടച്ചെടുക്കാം. അല്പം പോലും തരിയില്ലാതെ കിട്ടണം. എന്നിട്ട് നമുക്കിത് നമ്മൾ പത്തിരിക്ക് കുഴക്കണ പോലെ ഒന്നും കൂടെ കുഴച്ചെടുക്കാം. ഇതിങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ മുമ്പ് കണ്ട അതുപോലെ ഉപയോഗിക്കാം. അല്ല കുറച്ച് ഷേപ്പിൽ ക്യൂബ്സൊക്കെ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. എല്ലാ ക്യൂബ്സും നമുക്കിങ്ങനെ തരി കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ച് പതുക്കെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുക്കും തോറും നല്ല സോഫ്റ്റായി വരും. കൈ വെച്ചിട്ട് നന്നായി നമുക്ക് കുഴച്ചെടുക്കാം. പനീർ ഇപ്പോൾ നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഉരുളയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊരു കോട്ടൺ തുണിയിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ക്യൂബ്സ് ആക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു തുണി എടുത്തിട്ട് ഇത് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ തുണി ഒന്ന് 4ആയി മടക്കിയിട്ട് നമുക്കിതൊന്ന് ഒരു ചപ്പാത്തിക്കോല് വെച്ച് പതുക്കെ ഒന്ന് പരത്തിയെടുക്കാം. അധികം ഹാർഡായിട്ട് പരത്തരുത്, പതുക്കെ ഒന്ന്.
ഒരു 1/2 മിനിറ്റ് പരത്തേണ്ട ആവശ്യമുള്ളൂ. തുണി നല്ല ടൈറ്റായിട്ട് മടക്കണം. ഇനി ചപ്പാത്തിക്കോല് വെച്ചിട്ട് നമുക്കിതൊന്ന് പതുക്കെ പരത്തിയെടുക്കാം. അധികം ബലം പിടിക്കരുത്, പതുക്കെ പരത്തിയാൽ മതി. 4 സൈഡും ഇതുപോലെ നീക്കി വെച്ച് അങ്ങനെ പരത്താം. ഇങ്ങനെയാകുമ്പോൾ നമുക്കത് കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ കിട്ടും. അതുപോലെ മറച്ചിട്ടിട്ടും 4 വശം ഒന്ന് പരത്തിയെടുക്കാം. ഇത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്ക് തുണി തുറന്നിട്ട് ഇത് ക്യൂബ്സ് ആക്കാം. പനീർ ഇതാ നല്ല സ്ക്വയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയായ പനീർ തയ്യാറായി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഹോം മെയ്ഡ് പനീർ തന്നെ കറികളിൽ ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.